ILR പറ്റിയിട്ടാണ് കേട്ടോ. നമ്മൾ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ കണ്ടായിരുന്നു ILR റിക്വയർമെന്റ് 5 കൊല്ലം എന്നുള്ളത് 10 കൊല്ലം ആക്കണം എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു ഇവിടെ ഉള്ളവരെ അത് ബാധിക്കില്ല, ഇനി പുതിയതായിട്ട് വരുന്നവരെ മാത്രമേ ബാധിക്കുള്ളൂ എന്ന്. ഇപ്പൊ നമ്മൾ ഇന്നലെ ഗാർഡിയനിലും BBC-യിലൊക്കെ വന്ന ന്യൂസ് അനുസരിച്ച് കണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 തൊട്ട് ഈ കൊല്ലം അവസാനം 5 കൊല്ലം പൂർത്തിയാക്കുന്നവരെയൊക്കെ ബാധിക്കും എന്നുള്ള രീതിയിലാണ് കണ്ടത്. അതായത് 1.5 മില്യൺ ആൾക്കാരെ ആണ് ബാധിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടത് കേട്ടോ. അപ്പോൾ എന്താണേലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് പ്രപ്പോസൽ മാത്രമാണ്, നിയമമായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ഇപ്പൊ തൽക്കാലം. അപ്പൊ അവർ പറഞ്ഞേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് പറഞ്ഞേക്കണേ ഈ വരുന്ന ആഴ്ചകളിൽ അവർ ഡോക്യുമെന്റ് പബ്ലിഷ് ചെയ്യുന്ന പറഞ്ഞേക്കണേ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുകൊണ്ട് കറക്റ്റ് ആയിട്ട്. അപ്പോൾ എന്താണേലും നമ്മൾ പബ്ലിക് കൺസൾട്ടേഷൻ ഉണ്ടാവും. അപ്പൊ അതിനകത്തൊക്കെ പങ്കെടുക്കുക, അതിനെക്കുറിച്ച് കാര്യങ്ങൾ നടക്കുന്നതിനെ പറ്റി അറിഞ്ഞിരിക്കുക, എല്ലാവരും അതിനകത്ത് പങ്കെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂസിലൊക്കെ ഒത്തിരി വരുന്നുണ്ട്, പല MP-കളെയും അവരുടെ ലോക്കൽ ആൾക്കാരെ സമീപിച്ചു എന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ലോക്കൽ MP ആരാന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അവരുടെ ഇമെയിലും കാര്യങ്ങളൊക്കെ കിട്ടും. അവർക്ക് ഇമെയിൽ അയച്ചുകൊണ്ട് നിങ്ങളുടെ കൺസേൺസ് അവരെ അറിയിക്കാം കേട്ടോ.